ഹായ് ഗായ്സ്, നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ഒരു പാവയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ചേരേണ്ട സാധനങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്താം. പാവയ്ക്ക ചെറുതായിട്ട് ഒരെണ്ണം അരിഞ്ഞ് വെച്ചേക്കുന്നത്, സവാള ചെറിയ 2 സവാള കൊത്തി അരിഞ്ഞത്, പച്ചമുളക് 2 ചെറുള്ളി, വെളുത്തുള്ളി, ഇതിനകത്ത് ജീരകമുണ്ട്, കടുക്, മഞ്ഞൾപ്പൊടി, കരിവേപ്പില, 2 മുട്ട, വെളിച്ചെണ്ണ, ഉപ്പ്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾ ചേരേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങായും പച്ചമുളകും കൂടെ നമുക്ക് ചതച്ച് വരണം. വെള്ളം ഒഴിക്കത്തില്ലേ, നമുക്കിതെല്ലാം കൂടെ ചതച്ച് വരണം. വെളുത്തുള്ളിയെ, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി ഇടുവാണേ, ചെറിയ ജീരകം. ഇത്രയും സാധനം പോയി ചതച്ചുകൊണ്ട് വരാമേ. നമ്മൾ മുമ്പേ കൊണ്ടുവന്നതെല്ലാം ചതച്ച് വാരിക്കൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും എല്ലാം. നമുക്കിന്നിത് ഗ്യാസ് ഓണാക്കി കടുക് പൊട്ടിച്ച് അടുപ്പ് വെക്കാം. പാത്രം ചൂടാകട്ടെ, എണ്ണ ചൂടാകട്ടെ, നല്ലതായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. തീച്ച് കുറച്ച് വെക്കാം, അതിലെ കരിഞ്ഞ്. സവോള ഇട്ട് കൊടുക്കും, ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക വേണേ. സവോള പെട്ടെന്ന് വാടിക്കിട്ടാൻ. സവോളയുടെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ചതച്ച് അരിപ്പിട്ട് കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. ചതച്ചോണ്ട് വന്ന് അരപ്പിട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കാൻ കൊടുക്കാം. തീ കൂട്ടിയിടുവാണ്. ഒട്ടും വെള്ളം ചേർക്കണം. നമുക്കിത് പാവയ്ക്ക നമുക്ക് ഈ ആവിയില്ലാതെ കഴിക്കണ്ടേ, എന്നിട്ട് ഒട്ടും കയ്പില്ല. നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാമേ. നല്ലതായിട്ട് ഇളക്കാം. തീച്ച് കുറച്ചിടാം. അടച്ചു വെക്കാം. നമുക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാമേ. രണ്ട് മുട്ടയാണേ. നല്ലതായിട്ടിത് ഇതിൻ്റെ കൂടെ ജോയിൻ്റ് എല്ലാം ഇളക്കി വെക്കാം. നമുക്ക് ഇത് അടച്ചു വെക്കാം. ചെറുതായിട്ട് തീ കുറച്ചിടാം. നമ്മുടെ പാവയ്ക്കാത്തോരൻ ഒന്നുകൂടെ തുറന്നു നോക്കാം. നമുക്ക് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കരുത്, അന്നേരം കയ്പേ ഇല്ല. ഒരു തുള്ളി പോലും കയ്പില്ല ഇതിന്. ചേരേണ്ട സാധനങ്ങളൊക്കെ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. ഇതുപോലെ നമ്മളിതെല്ലാം ചേർത്ത് അവസാനമേ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കൂടെ നല്ല രീതിയിൽ ജോയിൻ്റ് ആക്കി വെക്കണം. തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കി കഴിച്ച് നോക്കണം. നാളെ ഒരു കുക്കിങ്ങുമായിട്ട് വരുന്നതാണ്.